ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരും അല്ല, CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ KK രാഗേഷ്, നമസ്കാരം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ശ്രീ KK രാഗേഷ്, ഈ രാജ്യത്തെ തന്നെ പാർട്ടിയുടെ ഏറ്റവും വലിയ ഘടകമാണ്. ഈ സാധാരണ പറയാറുണ്ട്, കണ്ണൂരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർ, ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ വരുന്നവർ പിന്നീട് സംസ്ഥാന നേതൃപദവിയിലേക്ക് വരുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നതൊക്കെ. ഒരു തലമുറ മാറ്റമാണ്, പുതിയ നിയോഗമാണ്. താങ്കൾ പറഞ്ഞതുപോലെ വളരെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ചുമതലയാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. രാജ്യത്ത് പാർട്ടിയുടെ ഏറ്റവും ശക്തി ദുർഗമാണ് കണ്ണൂർ ജില്ല. അത് പാർട്ടി സംഘടനാ സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും ശരി, അതോടൊപ്പം തന്നെ ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലുമെല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. മഹാരഥന്മാർ നയിച്ചിട്ടുള്ള ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. അപ്പോൾ ആ ജില്ലയിൽ ചുമതലയേൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതി കൂട്ടായി എല്ലാവരും ഒന്നിച്ച് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് കാര്യങ്ങളും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏത് ചുമതലയും കൂട്ടായി നിർവഹിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല. നല്ല നിലയിൽ തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്ന ഉത്തമ ബോധ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പ്രധാനമായും പാർട്ടി ജില്ലാ സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള 37 കടമകളുണ്ട്. ആ കടമകൾ ഓരോന്നോരോന്നായി എങ്ങനെയാണ് നിർവഹിക്കുക എന്നത് സംബന്ധിച്ച് ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കി അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർന്നങ്ങോട്ടേക്കുള്ള സംഘടനാ പ്രവർത്തനവും ബഹുജനങ്ങളെ അണിനിരത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ വർഗീയ ശക്തികൾ സ്വയം ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ പരിശ്രമങ്ങൾ വളരെ എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി കഴിയുന്ന വിധത്തിലല്ല ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവൃത്തി വിശ്വാസത്തിൻ്റെ മറവിൽ വർഗീയത ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ ശക്തിപ്പെടാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും അവർ ഇടപെടുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഇടപെടുന്നുണ്ട്, അതുപോലെ തന്നെ തീർത്ഥാടനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇടപെടുന്നുണ്ട്. അതിലൊക്കെ വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി തീർത്ഥാടന പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് നിഷ്കളങ്കമായി സ്വാഭാവികമായിട്ടും ഭക്തജനങ്ങൾ അതിൻ്റെ കൂടെ ചേരും. അവരെ ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അങ്ങനെ പോകുന്നവരെ കൃത്യമായി വളരെ ആസൂത്രിതമായ ക്യാമ്പയിനുകളിലൂടെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതിയാണ് സംഘപരിവാർ നടപ്പിലാക്കുന്നത്. അപ്പോൾ മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയുകയും ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പോലെ ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് അതിലിടപെട്ടുകൊണ്ട് വർഗീയതയും മതവിശ്വാസവും രണ്ടും രണ്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ പ്രവർത്തനം നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന് CPIM-ന് വേണ്ടത്ര സ്വാധീനമില്ലാത്ത മേഖലകളുണ്ട്. അത് തീരദേശ മേഖലയാണ്, മറ്റൊന്ന് മലയോര മേഖലയാണ്. ഈ രണ്ട് മേഖലകളിലും ഇടപെടുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കും. ഓക്കെ, ശ്രീ KK രാഗേഷ്, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചും ഡൽഹി കേന്ദ്രീകരിച്ചും ഒക്കെയായിരുന്നു അങ്ങയുടെ പ്രവർത്തനമൊക്കെ. ഇനിയിപ്പം സംഘടനാ പ്രവർത്തനങ്ങളുമായി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയാണ്. ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളികളൊക്കെ ഉണ്ടോ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വിഷയമല്ല, ഏതെങ്കിലും ഒരു പ്രത്യേക ചുമതല നിർവഹിക്കുന്ന ആളുടെ വിഷയമല്ല. ഞങ്ങളെല്ലാ കാര്യങ്ങളും കൂട്ടായാണ് നിർവഹിക്കുന്നത്. വ്യത്യസ്ത പ്രവർത്തന അനുഭവമുള്ള ആളുകളുണ്ട്. അവരുടെ എല്ലാം പ്രവർത്തന അനുഭവങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് പരിമിതികളെയും മറികടക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്.
എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി എന്നെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതലകളൊക്കെ പരമാവധി നല്ല നിലയിൽ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. വ്യക്തിപരമായി ഇവിടെയും പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള വിശ്വാസം, ആ ഉത്തരവാദിത്തം അതേ രീതിയിൽ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്ന ഉത്തമ ബോധ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. വ്യക്തമാണ് ശ്രീ രാകേഷ്. ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ എങ്ങനെയാണ് പാർട്ടിയെ സജ്ജീകരിക്കാനുള്ള, കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള അങ്ങയുടെ നീക്കങ്ങളൊക്കെ? പാർട്ടി ജില്ലാ സമ്മേളനം ഇക്കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഇത്തരം വിഷയങ്ങളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചിരുന്നു. ഇതിൽ കണ്ണൂർ ജില്ലയിൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുടെ ഒരു അനുഭവം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 50% ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള പാർട്ടിയാണ്, പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അപ്പോൾ പകുതിയിലേറെ ജനങ്ങൾ അവരുടെ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. അത് കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുക. അതിൽ ഞങ്ങൾ കാണുന്ന ചില രംഗങ്ങളുണ്ട്. വർഗീയ ശക്തികൾ ഇടപെടാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമങ്ങളെ ചെറുക്കാനുള്ള കർമ്മ പദ്ധതി തീർച്ചയായും തയ്യാറാക്കും. അതോടൊപ്പം തന്നെ പുതിയ തലമുറ, ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാകുമ്പോഴേക്കും ഒരു 9 വർഷം മുമ്പുള്ള പഴയ UDFൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്നുള്ള അനുഭവമില്ലാത്ത ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ. കാരണം അന്ന് 9 വർഷം എന്ന് പറയുമ്പോൾ ആ ഘട്ടത്തിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ വോട്ടർമാരായിട്ട് വന്നിട്ടുള്ളത്. സ്കൂളുകളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. ആ കുട്ടികൾക്ക് അന്നത്തെ സ്ഥിതി എന്താണ് എന്ന് അറിയുമായിരുന്നില്ല. കേരളത്തിൽ 4500 സ്കൂളുകളോളം അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ച ഒരു സർക്കാരായിരുന്നു ആ സർക്കാർ. കുട്ടികൾക്ക് പാഠപുസ്തകം സമയത്തിന് നൽകാൻ വേണ്ടി കഴിയാത്ത സർക്കാരായിരുന്നു ആ സർക്കാർ. ഓണ പരീക്ഷ നടത്താൻ വേണ്ടി കഴിയാത്തതിൻ്റെ കാരണം ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് എന്ന വിചിത്ര വാദം ഉന്നയിച്ച സർക്കാരായിരുന്നു അന്നത്തെ സർക്കാർ. ഒരു സ്കൂൾ അധ്യാപകനെ പിടിച്ചിട്ട് സർവകലാശാലയുടെ VC ആക്കിയിട്ടുള്ള സർക്കാരായിരുന്നു അന്നത്തെ സർക്കാർ. നമ്മുടെ സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന, പൊതുവിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ടിരുന്ന, പൊതുജനാരോഗ്യ രംഗത്ത് തകർക്കുന്ന, എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു സർക്കാരായിരുന്നു അന്നത്തെ സർക്കാർ. പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാത്ത, ക്ഷേമ പദ്ധതികളെല്ലാം അട്ടിമറിച്ച, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു സർക്കാരായിരുന്നു അന്നത്തെ സർക്കാർ. ആ സർക്കാരിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കും. അന്നത്തെ UDFൻ്റെ ഗവൺമെൻറ്റും ഇപ്പോഴുള്ള പിണറായി സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കും. പുതിയ തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കും. അതിൽ ഏറ്റവും ശരി ശ്രീ KK രാഗേഷ്, ഈ കണ്ണൂരിലെ പാർട്ടി ഈ ഇടയ്ക്ക് വലിയ പ്രതിസന്ധിയിലൊക്കെ ആയത് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇവർ പലരും ആരോപണ വിധേയരായ പലരും പാർട്ടി വിട്ടെങ്കിലും പലരും അവരെ പാർട്ടിക്കാരായി വ്യാഖ്യാനിച്ച് ഈ പാർട്ടിക്കെതിരെ വലിയ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കണ്ണൂർ CPM-നെ സംബന്ധിച്ച്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയായിട്ട് വരുമ്പോൾ ഇതിനേക്ക് ഇനി എങ്ങനെ മറികടക്കാനാണ് അങ്ങയുടെ തീരുമാനം? ഞാൻ പറഞ്ഞു, കേരളത്തിലെ പ്രസ്ഥാനം എന്ന് പറയുന്നത്, പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ട്, പാർട്ടി സംഘടനയുടെ ഭാഗമായിട്ടുള്ളതുണ്ട്, പാർട്ടി അനുഭാവി വിഭാഗങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, 50%-ലേറെ ജനങ്ങൾ പിന്തുണക്കുന്ന ഒരു പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി. കേരളത്തിലും പൊതുവിൽ വലിയ നിലയിൽ ജനപിന്തുണയുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ പാർട്ടി. അപ്പോൾ പാർട്ടിയെ പിന്തുണക്കുന്ന ജനവിഭാഗങ്ങൾ അവരെല്ലാം പാർട്ടിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. ആ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ തന്നെ അത് പാർട്ടിയാണ് അതിൻ്റെ ഉത്തരവാദി, പാർട്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ജില്ലയിലെ പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയോട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? അത്തരം പ്രവണതയെ അംഗീകരിച്ചു പോകുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുന്ന പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി. എന്നാൽ മറുവശത്ത് നിങ്ങൾ നോക്കൂ,
ഇപ്പോൾ CPIMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിൻ്റെ അയൽപ്പക്കത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽപ്പക്കത്ത് ഇന്ന സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ നിലയിൽ ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ എല്ലാവരും അല്ല, ചിലരെല്ലാം. പക്ഷേ KPCCയുടെ സെക്രട്ടറി തന്നെ വലിയൊരു അഴിമതി നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് KPCCയുടെ ഏറ്റവും ഉന്നത നേതാക്കന്മാർ തന്നെ അഴിമതി സംബന്ധിച്ചുള്ള വിവരമുണ്ടായി ഒരു നടപടിയെടുക്കാതെ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസിൻ്റെ നേതാവിനെ ഉൾപ്പെടെ നമ്മൾ കാണുകയാണ്. അത്തരം സംഭവങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കാത്തത്? അപ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിൻ്റെ പരിസരത്തൂടെ കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അത് CPIMൻ്റെ പെടലിയിൽ കൊണ്ടുപോയി ഇടാനുള്ള പ്രവണത ഒരു ഭാഗത്തുണ്ട്. എന്നാൽ മറുഭാഗത്ത് വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതൃത്വത്തിൽപ്പെട്ടവർ തന്നെ എന്തെങ്കിലും തോന്നിവാസം കാണിച്ചാൽ അത് മൂടി വെക്കുന്ന പ്രവണതയുണ്ട്. ഈ പ്രവണതയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു തെറ്റിനോടും ഒരു ഘട്ടത്തിലും പാർട്ടി കോംപ്രമൈസ് ചെയ്തിട്ടില്ല, ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുകയില്ല. ഇനിയും അതേ നിലപാട് തന്നെയാണ് പാർട്ടി. വ്യക്തമാണ് ശ്രീ കെ രാഗേഷ്. ഒരൊറ്റ കാര്യം കൂടി, ഇനിയിപ്പോൾ ദിനചര്യകളൊക്കെ മാറാൻ പോവാണ്. ഇനിയിപ്പോൾ ഫുൾ ടൈം ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരികയാണ്. അപ്പോൾ ദിനചര്യയിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അത് പ്രവർത്തിച്ച് അനുഭവിച്ച് മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പരിശ്രമിച്ചിരുന്നത്. തീർച്ചയായിട്ടും ഇവിടെയുള്ള ചുമതല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചുമതലയാണ്. ആ ചുമതലക്ക് തന്നെയാണ് പ്രാമുഖ്യം ഉണ്ടാവുക. ആ ചുമതല നിർവഹിച്ചതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോവുക. ആ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. അതാണ് എല്ലാ ഘട്ടത്തിലും ഞാൻ എടുത്തിട്ടുള്ള സമീപനം. ആ സമീപനം തന്നെ തുടരണം എന്നാണ് ഞാൻ കാണുന്നത്. ശരി, ഒത്തിരി സന്തോഷം. ഒരുപാട് നന്ദി ശ്രീ കെ രാഗേഷ് രാവിലെ നമുക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു. ശരി, ശ്രീ കെ രാഗേഷാണ് നമുക്കൊപ്പം ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്.